സിറ്റി സ്കാൻ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക്. ഏറ്റവും വലുത് ഫാമിലിയാണ്. വലിയ ഷോറൂം, വലിയ സൗകര്യങ്ങൾ, വലിയ ഫാമിലി. തിരൂരിൽ ഫാമിലി വെഡിംഗ് സെന്റർ. നാട്ടിൽ പോലീസിനൊരു മന്ത്രി ഉണ്ടെന്ന സംസാരം ജനങ്ങൾക്കിടയിൽ ഉണ്ടായി തുടങ്ങി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ വ്യത്യസ്തമാർന്ന പദ്ധതികളാണ് ഇത്തരത്തിലുള്ള സംസാരങ്ങൾക്ക് ഇടയാക്കിയിട്ടുള്ളത്. ഇപ്പോൾ സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളുടെ മുഖച്ഛായ മാറ്റാൻ പുതിയ പദ്ധതിയുമായാണ് ആഭ്യന്തര വകുപ്പ് രംഗത്തെത്തിയിട്ടുള്ളത്. ഓപ്പറേഷൻ തൂഫാൻ എന്ന ശക്തമായ നടപടിക്ക് പിന്നാലെ പോലീസ് സ്റ്റേഷൻ പരിസരങ്ങൾ വൃത്തിയാക്കുന്നതിനായുള്ള സ്പേസ് എന്ന പദ്ധതി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ചു. വർഷങ്ങളായി പോലീസ് സ്റ്റേഷൻ പരിസരങ്ങളിൽ കുന്നുകൂടി കിടക്കുന്ന കേസിൽപ്പെട്ടതും അല്ലാത്തതുമായ വാഹനങ്ങൾ നീക്കം ചെയ്ത് പരിസരം ശുചിയാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ, അതോടൊപ്പം തന്നെ ദീർഘകാലമായി കെട്ടിക്കിടക്കുന്ന പല വസ്തുക്കൾ, ഇതെല്ലാം പൊതുജനങ്ങൾക്കും പോലീസിൻ്റെ ദൈനംദിന പ്രവർത്തനത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുക. ചില സ്ഥലങ്ങളിൽ ലോറികൾ പിടിച്ചിട്ട് ആ ലോറിയുടെ പുറത്ത് വലിയ മരങ്ങൾ കിളിച്ച് നിൽക്കുന്നു. അവിടെ പാമ്പ്, ഇഴജന്തുക്കളൊക്കെ വന്നിട്ട് വളരെ ബുദ്ധിമുട്ട്. ഇതൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്, ഒരു ഡിസ്പോസലും ഉണ്ടാകുന്നില്ല. അപ്പം ഞങ്ങളതിന് ഒരു പദ്ധതി, റിക്ലൈം, റിന്യൂ, റിവൈവ്, അത് നമ്മുടെയാണ്, നമ്മുടെ ടാഗ് ലൈനാണ്. സ്പേസ് എന്നാണ്, സ്പേസ് എന്നാണ് KPSC ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അത് സ്ക്രാപ്പ് പ്രോസസ്സിംഗ് ഫോർ ഏരിയ ക്ലീനപ്പ് ആൻഡ് എൻഹാൻസ്മെൻറ്റ് സ്പേസ് ഇനിഷ്യേറ്റീവ്. അത് KPSCയുടെ ഒരു പ്രൊജക്റ്റായിട്ട് അവർ അവതരിപ്പിക്കുകയാണ്. അതിന് മിനിരത്ന കമ്പനി, കേന്ദ്ര ഗവൺമെൻറ് മിനിരത്ന കമ്പനിയായ സീറോ എന്ന് പറയുന്ന കമ്പനിയുമായി ചേർന്നാണ് ഇത് ചെയ്യുന്നത്. CERO, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം, നവരത്ന കമ്പനിയാണ്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ചെയ്യണം. അതിനാവശ്യമായ നിർദ്ദേശം DGP അത് താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ, ഓരോ SP-മാർ താഴോട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കും. കാരണം ഇത് വലിയ ശല്യം, ബുദ്ധിമുട്ടുമാണ് ജനങ്ങൾക്കും. ഒന്നാം പോലീസ് സ്റ്റേഷൻ സ്ഥലമില്ല, ഈ സ്ക്രാപ്പെല്ലാം കൂടെ കൂടിക്കിടന്ന് ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടാക്കുക. അപ്പോൾ അങ്ങനെ ഒരു പദ്ധതിയെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. അത് ഇനിയും DGP ആണ് ചെയർമാൻ ഇതിൻ്റെ. അദ്ദേഹവും മറ്റു ഉദ്യോഗസ്ഥന്മാരെ ആലോചിച്ച് മറ്റ് നടപടികൾ കൈക്കൊള്ളുന്നതാണ്. എന്തേ കരീംക ഒരു വിഷമം? ഒന്നും പറയണ്ടടാ, മക്കളുടെ കാര്യം ആലോചിച്ചിട്ട് ഒരു സമാധാനമില്ല. അവർക്കെന്തേ പറ്റി? ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞു, ഇത്ര നാളായിട്ട് ഒരു പണിയായിട്ടില്ല. മോനാണെങ്കിൽ ഇപ്പൊ +2 കഴിഞ്ഞ് നിൽക്കാണ്. ഇങ്ങളെ പിള്ളേരൊക്കെ ഇപ്പോ എന്താ ചെയ്യണേ? മോൻ ഗൾഫിലല്ലേ, മോള് കമ്പ്യൂട്ടർ പഠിക്കുന്നുവല്ലോ. മോൻ എന്തേ പഠിച്ചിരുന്നത്? അവൻ തിരൂരിലുള്ള റീജിയണൽ കോളേജിൽ മെക്കാനിക്കിന്റെ കോഴ്സാണ് പഠിച്ചത്. ഇവര് തന്നെ നല്ലൊരു കമ്പനിയിൽ ജോലിയും ആക്കി കൊടുത്തു. ഇപ്പൊ മോളെയും റീജിയണിൽ തന്നെ കമ്പ്യൂട്ടറിനും ചേർത്തു. ഗവൺമെന്റ് അംഗീകാരമുള്ളതും പെട്ടെന്ന് ജോലി കിട്ടുന്നതുമായ കുറേ കോഴ്സ് ഉണ്ട് അവിടെ. എന്നാൽ പിന്നെ ഞാൻ ഇന്ന് തന്നെ മക്കളെയും കൂട്ടി അവിടെ പോയി നോക്കട്ടെ. തിരൂർ സിവിൽ സ്റ്റേഷന് മുൻപിലാണ് അവരുടെ ഓഫീസ്. ഫോൺ നമ്പർ എഴുതിയെടുത്തോളൂ: 9847148491.